നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് +1 പീസ് എന്ന് പറയുന്ന 19ാമത്തെ ചാപ്റ്ററിലെ ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സാമിനൊക്കെ ഇപ്പോൾ എക്സാമൊക്കെ അടുത്ത് വരുന്ന സമയങ്ങളാണ്. അപ്പം വളരെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നല്ല മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇപ്പോൾ ചാപ്റ്റർ 19 പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഫോംസ് ഓഫ് സ്ട്രക്ചറൽ വയലൻസ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഹെഡിങ്ങും. ഘടനാപരമായിട്ടുള്ള ഹിംസയുടെ രൂപങ്ങൾ ഏതൊക്കെയാണ്? The violence generated from the social institution and practice is called a structural violence. സാമൂഹിക സ്ഥാപനങ്ങളിലും സമ്പ്രദായങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ഹിംസ എന്ന പേരിൽ അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള ഹിംസ എന്ന പേരിൽ നമ്മൾ അറിയുന്നത്. It may originate from the state, the hierarchy and class disparity, patriarchy, colonialism, or the racism and communalism. ഇപ്പം ജാതി ശ്രേണിയായാലും നമ്മുടെ വർഗവ്യത്യാസങ്ങളായാലും അതുപോലെ പുരുഷാധിപത്യങ്ങൾ, അതുപോലെ തന്നെ കൊളോണിയലിസം, വംശീയത എന്നിവയെല്ലാം തന്നെ നമ്മുടെ ഘടനാപരമായ ഹിംസയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. സ്ട്രക്ചറൽ വയലൻസ് ഡിഫറൻറ്റ്. ഘടനാപരമായിട്ടുള്ള ഹിംസയുടെ രൂപങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഘടനാപരമായിട്ടുള്ള ഹിംസയുടെ രൂപങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ്. ദ സ്ട്രക്ചറൽ വയലൻസ് ആൻഡ് ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ പോയിന്റുകളാണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഘടനാപരമായിട്ടുള്ള ഹിംസയുടെ വിവിധ രൂപങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എപ്പോഴും 5 മാർക്കിന് ചോദിക്കുന്നു. അപ്പോൾ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് ഹയറാർക്കി അല്ലെങ്കിൽ ജാതി ശ്രേണിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്ത രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ക്ലാസ് ഡിസ്പാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വർഗ വ്യത്യാസങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൂന്നാമത് പറയുന്നത് പേട്രിയാർക്കി അല്ലെങ്കിൽ പുരുഷാധിപത്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ കൊളോണിയലിസം നമ്മുടെ കോളനിവൽക്കരണത്തെയാണ് കൊളോണിയലിസം എന്ന വാക്കുകൊണ്ട് നമ്മൾ പറയുന്നത്. റേസിസം ആൻഡ് കമ്മ്യൂണലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വംശീയതയും വർഗീയതയും കുറിച്ചിട്ടാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇവയാണ് നമ്മുടെ സ്ട്രക്ചറൽ വയലൻസ് ഡിഫറെൻറ്റ് ഫോംസ് അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള ഹിംസയുടെ വിവിധ രൂപങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത്. അടുത്തത് കാസ്റ്റ് ഹയറാർക്കി. ഒന്നാമത്തെ ഹെഡിങ് ജാതി ശ്രേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ദ ട്രഡീഷണൽ കാസ്റ്റ് സിസ്റ്റം കണ്ടെയ്ൻസ് ദ ഗ്രൂപ്പ് ഓഫ് ദ പീപ്പിൾ ആസ് അൺടച്ചബിൾസ്. പരമ്പരാഗതമായിട്ടുള്ള ജാതി വ്യവസ്ഥകളിൽ നിന്നും താഴ്ന്ന ജാതിയിലുള്ളവരെ തൊട്ടുകൂടാത്ത അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയിലൂടെ ഉള്ളവരാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വിലയിരുത്തുന്ന ഒരു സമ്പ്രദായം നിലവിൽ വന്നിരുന്നു. അപ്പോൾ നമ്മൾ പണ്ട് തന്നെ നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തെ ഏതൊക്കെ രീതിയിലാണ് തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണരുണ്ട്, ക്ഷത്രിയരുണ്ട്, വൈശ്യരുണ്ട്, ശൂദ്രരുണ്ട് എന്നിങ്ങനെ പല ഘടകങ്ങളായിട്ടാണ് തിരിച്ചിരുന്നത്. അതിനകത്ത് അന്ന് മുതൽക്കേ ഈ ബ്രാഹ്മണരും അല്ലെങ്കിൽ ക്ഷത്രിയരും ഒക്കെ നമ്മളിപ്പോൾ കാസ്റ്റിൻ്റെ വ്യവസ്ഥയെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഇപ്പം ജാതി ശ്രേണിയൊക്കെ പണ്ട് കാലങ്ങളിൽ ഒരുപാട് ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് തൊട്ടുകൂടായ്മ, തീണ്ടുകൂടായ്മ എന്നൊക്കെ പറഞ്ഞ് പല നിലവാരങ്ങളിലും നമുക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. They were the victim of the all sort of the social prescription till the constitution of independence. The India is managed untouchability. ഇന്ത്യയിലെ ഭരണഘടന നിയന്ത്രിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടു മുമ്പേ ഉള്ള എല്ലാ സാമൂഹികപരമായിട്ടുള്ള പീഡനങ്ങളെയും വിധേയമാക്കി താഴ്ന്ന ജാതിയിൽ പെടുന്നവരെയൊക്കെ എന്ത് ചെയ്യുക മുന്നിലേക്ക് അല്ലെങ്കിൽ അവരെ എല്ലാം തന്നെ സാമൂഹിക പീഡനങ്ങളിൽ നിന്നും ഒക്കെ ഒഴിവാക്കി മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോട് മാത്രമാണ് നമ്മുടെ ഭരണഘടന പൊരുതിക്കൊണ്ട് പോകുന്നത്. Everybody is aware of the show by the higher caste on the untouchabilities. ഉന്നത ജാതിക്കാരുടെ അതിക്രമങ്ങൾ എന്ത് ചെയ്തിരുന്നു? തുടർന്നുകൊണ്ടേയിരുന്നു. The evils of the caste system is still existing in the country. The fight against it is still going on. ജാതി വ്യവസ്ഥകൾ നോക്കിക്കഴിഞ്ഞാൽ ദുഷ്ഫലങ്ങൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനെതിരെയുള്ള പോരാട്ടം ആയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പോരാട്ടം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയായിട്ടാണ് നമ്മൾ കരുതി പോകുന്നത്.
അപ്പോൾ നമ്മൾ ജാതി ശ്രേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗ്ഗ വ്യത്യസ്തം അല്ലെങ്കിൽ ജാതികളെ പല രീതിയിൽ തട്ടുകളായിട്ട് തിരിച്ചിട്ട് ഇന്നും നമുക്ക് എന്താണ് ജാതിയുടെ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ട്. പക്ഷെ നമ്മുടെ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വലായിട്ടുള്ള അധികാരങ്ങളെ ഒരേപോലത്തുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് ക്ലാസ് ഡിസ്പാരിറ്റിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വർഗ്ഗ വ്യത്യാസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. The structural violence may originate from the class disparity. ഘടനാപരമായ ഹിംസയുടെ വർഗ്ഗവ്യത്യാസം ഉടലെടുക്കാറുണ്ട്. മേജർ ഓഫ് ദ വർക്കേഴ്സ് ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ് ആർ വർക്കിംഗ് ഇൻ ദി അൺഓർഗനൈസ്ഡ് സെക്ടർ. വികസ്വര രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ തൊഴിലാളികളിൽ ഭൂരിഭാഗവും അസംഘടിതമായിട്ടുള്ള മേഖലയിൽ പണിയെടുക്കുന്ന വ്യക്തികളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ദേ ആർ സെവറൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഒപ്രഷൻ. കടുത്ത ചൂഷണത്തിനെതിരെയും പീഡനങ്ങൾക്കും ഇരയാകുന്ന വ്യക്തികളാണ്. ദ വേജസ് ആർ വെരി ലോ. ഇവർക്ക് കിട്ടുന്ന വേതനം വളരെയധികം കുറവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ദേ ആർ വർക്കിംഗ് വെരി ബാഡ് കണ്ടീഷൻസ്. വളരെ മോശമായ സാഹചര്യങ്ങളിലൂടെയാണ് ഇവർ പണികൾ എടുത്തു പോകുന്നത്. ഈവൻ ഇൻ ദ ഡെവലപ്മെൻറ്റ് കൺട്രീസ് ദ ലൈഫ് ഓഫ് ദ ലോ ക്ലാസ് പീപ്പിൾ ഈസ് നോട്ട് ബെറ്റർ. വികസിത രാജ്യങ്ങളിൽ നിന്നും താഴ്ന്ന വർഗത്തിൽപ്പെട്ടവരുടെ ജീവിതം അത്ര മെച്ചപ്പെട്ടതല്ലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്ത ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേട്രിയാർക്കി. പേട്രിയാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പുരുഷാധിപത്യത്തെ കുറിച്ചിട്ടുള്ള ഒന്നാണ് പേട്രിയാർക്കി. അവിടെ പുരുഷന്മാർക്കായിരിക്കും സർവ്വ സ്വാതന്ത്ര്യങ്ങൾ. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ അധികാരങ്ങളെ പകുതിയോളം എന്ത് ചെയ്യുന്നു? കുറച്ചുകൊണ്ട് പകുതിയോളമല്ല, സ്ത്രീകൾക്കല്ല അവകാശങ്ങൾ, പുരുഷന്മാർക്ക് കിട്ടുന്ന പുരുഷന്മാരുടെ അവകാശങ്ങളെയാണ് നമ്മൾ പേട്രിയാർക്കി എന്ന വാക്കുകൊണ്ട് നമ്മൾ പറയുന്നത്. പുരുഷാധിപത്യം. Patriarchy is a social system which created subordination of and the discrimination against the woman. സ്ത്രീകളോട് വിവേചനം കാണിക്കുന്ന സാമൂഹിക വ്യവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പേട്രിയാർക്കി എന്ന വാക്കുകൊണ്ട് നമ്മൾ പറയുന്നത്. The selective abortion of the woman fetus and the denial of the adequate nourishment and the education. The selective abortion of the woman fetus and the denial of adequate nourishment and education to the girl child and the child marriage, wife battery, the dowry related crimes, sexual harassment at the workplace, the rape and the honor killing are the manifestation of the patriarchy. പെൺശിശുക്കളെ നമ്മൾ എന്ത് ചെയ്യുക? ഭ്രൂണാവസ്ഥയിൽ തന്നെ നശിപ്പിക്കുക, പെൺകുട്ടികൾക്ക് പോഷകാഹാരം നൽകാതിരിക്കുക, അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക, ബാലവിവാഹം നടത്തുക, ഭാര്യയെ മർദ്ദിക്കുക, സ്ത്രീധന പീഡനം നടത്തുക, ജോലിസ്ഥലത്തുള്ള പീഡനങ്ങൾ, മാനഭംഗം, ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു? പേട്രിയാർക്കി അല്ലെങ്കിൽ പുരുഷാധിപത്യം എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്ത് നമ്മുടെ കൊളോണലിസമാണ്. കൊളോണലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനി വാഴ്ച പറയുന്ന പേരാണ് നമ്മൾ കൊളോണലിസം. ദർ വാസ് എ പീരീഡ് വെൻ ദ ഫോറിനേഴ്സ് സപ്രസ്ഡ് ദ പീപ്പിൾ ഓഫ് അതർ കൺട്രീസ് ആൻഡ് ദ ഡോമിനേറ്റഡ് ഓവർ ദം. അന്യദേശത്തിലെ ജനതയെ നമ്മൾ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തെയായിരുന്നു നമുക്ക് കൊളോണലിസം എന്ന വാക്കുകൊണ്ട് പറയുന്നത്. ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ഓൾ കോളനീസ് ബിക്കം ദ പൊളിറ്റിക്കലി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദി ഫോറിൻ അഡ്മിനിസ്ട്രേഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രത്യക്ഷ വിദേശ ഭരണത്തിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ കോളനികൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടുകയാണ് ചെയ്തിരുന്നത്. ദ റേസിസം ആൻഡ് കമ്മ്യൂണലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വംശീയതയും വർഗീയതയും കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ടു ഡിവൈഡ് ദ പീപ്പിൾ ഇൻ ടു സെവറൽ റേസസ് ഈസ് ടോട്ടലി അൺസയൻറ്റിഫിക്. വംശീയതയ്ക്കും ശാസ്ത്രീയപരമായിട്ട് യാതൊരുവിധ അടിത്തറയും ഇല്ലായിരുന്നു. ദ വൈറ്റ് പീപ്പിൾ ഇൻ ദ സൗത്ത് ആഫ്രിക്ക ദ കൺസിഡർ ദ നീഗ്രോസ് ആസ് ദി സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ്. അപ്പം നീഗ്രോ അടിമത്തത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി അമേരിക്കയിലെ വംശീയതയെക്കുറിച്ച് ഉപയോഗപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ 19ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പോയിന്റുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് വയലൻസ്, ഘടനാപരമായിട്ടുള്ള ഹിംസയുടെ രൂപങ്ങൾ, നമ്മുടെ ഘടകങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആ ഘടകങ്ങളെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കൂടുതലും 5 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് വരുന്നിടം വരെ Okay, bye.